നെയ്യ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളതില്ലേ? എല്ലാവർക്കും നെയ്യ് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ വാങ്ങുന്ന നാഴി ആയിക്കോട്ടെ, 2 നാഴി ആയിക്കോട്ടെ, നമ്മൾ വാങ്ങുന്ന പാൽ കൊണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ മെത്തേഡ് എന്നൊന്നും ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വാങ്ങുന്നത് ഇവിടെ 2 നാഴി പാലാണ്. അതിലത്തെ രാവിലെ വെച്ചതിൻ്റെ ബാക്കി പാലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതിന്ന് ഈ പാട ഇതെടുത്തിട്ടാണ്, ഞങ്ങളുടെ പാട എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ സാധാരണ അതാണല്ലോ നെയ്യായി മാറുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എടുക്കില്ല, ഞാൻ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം, ഇതിപ്പോൾ രാവിലെയാണ്, വൈകുന്നേരത്ത് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി കട്ടിയിലുള്ള നെയ്യ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ 2 ആഴ്ചയായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള പാലിൻ്റെ പാടയാണ് കേട്ടോ. അപ്പോൾ ഇത് നിറയാറായി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നെയ്യ് ഉണ്ടാക്കണ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കല്ല് പോലെ ഇറങ്ങണം കേട്ടോ, കണ്ടോ, ഫ്രീസറിലാണ് വെച്ചിരുന്നതേ. ഇനി നമുക്ക് നമ്മൾ രാവിലെ വെച്ച പാല്, അതിൽ നിന്നുള്ള പാട ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ രാവിലത്തെ പാലിലെ പാട കണ്ടോ കുറച്ചും കൂടിയും കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും. മറ്റേത് നമുക്ക് പാട വെറുതെ ഒരു എന്താ പറയുക, ഒരു കവറ് പോലെ അത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞതിൻ്റെ വെച്ചാൽ കുറച്ചും കൂടി നല്ല കട്ടിയിലുള്ളത് കിട്ടും. ഇനി ഞാൻ ഇപ്പോൾ ഒഴിക്കണത് എന്താണെന്നറിയോ, നമ്മൾ മോരില്ലേ, മോര് 1 സ്പൂണ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. പാത്രത്തിൽ ഇറക്കി വെക്കേണ്ടത് എന്തിനാണെന്നറിയോ, ഇത് ഞാൻ വൈകുന്നേരമാണ് വെച്ചത്, തലേ ദിവസം വൈകുന്നേരം വെച്ചു. ഇപ്പം ഇത് കാലത്താണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ഈ പാത്രത്തിൽ നോക്കി നോക്കൂ, നമ്മളുടെ ആ ഒരു ഫ്രീസായതിൻ്റെ ഒക്കെ വെള്ളം ഒലിച്ച് വന്ന് ഈ പാത്രത്തിൽ നിറഞ്ഞിറക്കണം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വെള്ളമാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ പാത്രം വെച്ചത്. അപ്പോൾ നമ്മളുടെ ആ പാടയൊക്കെ നോക്കി നോക്കൂ, ശരിക്കും നെയ്യ് പോലെ ആയിരുന്നു കേട്ടോ. പക്ഷേ എന്നാൽ അത് നെയ്യായിട്ടില്ല. നമ്മളിതിനെ ഇനിയും കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്താലാണ് നമുക്കിത് നെയ്യായിട്ട് കിട്ടുള്ളൂ. എങ്കിലും ഇതിങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ നെയ്യ് ഉണ്ടാക്കുക. അതായത് അതിൻ്റെ ആ ഒരു പാലിൽ നിന്നൊക്കെ മാറി വരുന്നതൊക്കെ കാണുമ്പോൾ നല്ല എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു മിക്സിയുടെ ജാറ്, നമ്മൾ ഇപ്പം മാവൊക്കെ അരക്കില്ലേ, ആ ജാറിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ആ കട്ടയൊക്കെ മാറിക്കിട്ടി. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ അടിച്ചു കേട്ടോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മളുടെ ഈ പാത്രത്തിൽ പിടിച്ചതൊക്കെ നമുക്ക് ഇതുണ്ടോ, ഞാൻ പാടട്ടെ ചേർന്ന പാത്രമാണ് ഇത്. അതിലേക്ക് നമുക്ക് നോർമൽ വാട്ടറാണ് കേട്ടോ, അത് നല്ല തണുത്ത വെള്ളം, നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ കോരുന്ന ആ വെള്ളം എടുത്തിട്ട് ഒന്ന് നന്നായി കുലുക്കിയിട്ട് നമുക്ക് ഈ ജാറിലൊഴിച്ച് ഒന്നും കൂടി മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ളതൊക്കെ നമുക്ക് വീണ്ടും ഈ മൂടിയിലത്തെയും ഒക്കെ നമുക്ക് ആ നെയ്യിലേക്ക് ആയി കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അടിച്ചു കൊണ്ടുവന്നു, കണ്ടോ, നമ്മളെ ഈ മിക്സിയുടെ ജാറിൻ്റെ മൂടിയിലുണ്ടായിരുന്നതും ഒക്കെയും നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി നമുക്കൊരു കടോലോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈ മോരിനെ നമുക്ക് കലക്കി നെയ്യാക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഡെയിലി എടുത്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്കിങ്ങനെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ കുറേശ്ശെ കിട്ടണത് എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അന്നന്ന് ഒരുക്കിയിട്ടോ ഒക്കെ നമ്മൾ നെയ്യാക്കണം. ഇതിപ്പോൾ വെണ്ണയിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ ഇതിൽ ഏറ്റവും കാണാൻ രസമുള്ളത്. അതായത് ആ ഒരു മോരിൽ നിന്ന് അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് ആ ഒരു വെണ്ണയിലേക്ക് എത്തണത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. കണ്ടോ, നമ്മൾ ഈ സ്പൂൺ ഇട്ടിട്ട് ഇളക്കും തോറും അതിതാ കട്ടയായി ഒരു ഉണ്ടയായിട്ട് കിട്ടും നമുക്ക്. അപ്പം അങ്ങനെ നമ്മുടെ വെണ്ണയായി കേട്ടോ. നല്ല ഈസി അല്ലേ ഈ പ്രോസസ്സ്? ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലാക്കണം. എന്താ വെച്ചാൽ ഇതിനെ
നന്നായി കഴുകിയെടുത്താലാണ് നമ്മളുടെ നെയ്യിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഇതിലിപ്പോൾ ആ മോരിൻ്റെ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആ ഒരു മോര് മുഴുവനും നമുക്ക് കഴുകിക്കളയണം. പിന്നെ നമ്മളുടെ ഈ മോര് വെറുതെ കളയണ്ട കേട്ടോ. ഇത് 2-3 ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പുളിപ്പാവും. ഇത് നല്ലൊരു വളമാണ്. ഇരട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് ചെടികൾക്ക് വളമായി ഉപയോഗിക്കാം. ഇനി നമ്മളുടെ അടുത്ത പണി എന്ന് പറയുന്നത് കണ്ടോ, ഈ പാത്രം മുഴുവനും മെഴുക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു വെണ്ണയുടെ മെഴുക്ക് മുഴുവനും ഈ പാത്രങ്ങളിലുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുണ്ടാവും, എങ്കിലും ഞാൻ പറയുകയാണ്. നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുലുക്കി എന്നിട്ട് നമുക്ക് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ ഈ പാത്രം മുഴുവനും നല്ല ക്ലീൻ ആവും. ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ക്രബ്ബറിൽ മുഴുവനും മെഴുക്കാവും. പിന്നെ നമ്മൾ അടുത്ത പാത്രമൊക്കെ കഴുകുമ്പോൾ ആ പാത്രം കൂടി മെഴുക്ക് പിടിച്ചിരിക്കും. ഇതാവുമ്പോൾ ആ മെഴുക്ക് മുഴുവൻ പോയിട്ട് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ വേഗം ക്ലീൻ ആവും. കണ്ടോ, നമ്മുടെ പാത്രം നല്ല ക്ലീനായി. അതേപോലെ നമുക്ക് ഈ പാത്രവും നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെണ്ണയുടെ അതൊക്കെ കളയാം. കണ്ടോ, നമ്മൾ സ്ക്രബ്ബറും കൂടി യൂസ് ചെയ്തപ്പോൾ നല്ല ക്ലീനായി കിട്ടി. ഇനി നമുക്ക് ഈ വെണ്ണേനെ നന്നായി കഴുകണം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വേണം നമുക്കത് നെയ്യിലേക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലുള്ള ആ വെള്ള കളറില്ലേ, അത് മോരിൻ്റെ ആ ഒരു അംശമാണ്. അപ്പോൾ അത് മുഴുവനും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊരു കഴുകിയിട്ട് നല്ല വെള്ളത്തിൻ്റെ ഒരു ഇതില്ലേ അതിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകൽ നിർത്തുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ ആ ഒരു മോരിൻ്റെ കളറൊക്കെ മാറി വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ വെണ്ണ കണ്ടോ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് മാറ്റി വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബട്ടർ മസാലകളും അങ്ങനത്തെ ബട്ടർ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ വെണ്ണേനെ ഇങ്ങോട്ട് ഇടാം. നന്നായി ഇങ്ങനെ എണ്ണയിൽ വെള്ളമായ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ, അതേപോലെ അങ്ങനെ പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഇതേപോലെ കണ്ടോ മുകളിലൊരു പത വന്നിട്ടുണ്ടാവും. നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിഭാഗം അങ്ങനെ പിടിച്ച് കരിയാൻ ചാൻസ് കൂടുതലാണ്. എങ്ങനെ നമ്മൾ കഴുകിയാലും അതിൽ ആ മോരിൻ്റെ ഒരു ഇതുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഇടണത് നല്ലൊരു മണം കിട്ടാനാണ്. ഉലുവ ഇട്ടുകൊണ്ട് നെയ്യ് കഴിക്കുക ഒന്നുമില്ല. ഉലുവയ്ക്ക് ആ വെണ്ണയിൽ കടന്നിട്ട് അതിങ്ങനെ മൂക്കുമ്പോൾ ആ നെയ്യിലേക്ക് നെയ്യാവണ സമയത്ത് അതിന് നല്ലൊരു മണം കിട്ടും. പിന്നെ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞപ്പൊടി നല്ലൊരു കളറ് കിട്ടാനാണ്. അപ്പോൾ ഇതാ നമ്മളുടെ നെയ്യ് ഏകദേശമായി. ആ പതയൊക്കെ വറ്റി ഇപ്പോൾ കണ്ടോ നമ്മളുടെ എണ്ണയൊക്കെയുള്ള ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തിയിറക്കണം. ഇനി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് നമുക്കിതിനെ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചൊഴിക്കാം. ഇല്ലെങ്കിൽ അത് തണുത്ത് കഴിഞ്ഞാൽ കട്ടയാവും. അപ്പോൾ അരിക്കാൻ പറ്റില്ല. എങ്ങനെയായാലും അതിൽ ചണ്ടി ഉണ്ടാവും. അപ്പോൾ ആ ചണ്ടി അരിച്ച് കളയണം. ഇത് ഞാൻ പിറ്റത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഇങ്ങനെ കട്ടയായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.